ഹായ് നമസ്കാരം. അപ്പോൾ എൻട്രിയുടെ ട്രിപ്ലറ്റ് സീരീസ് നല്ല ഉഷാറായിട്ട് പോകുന്നു. അടുത്ത എല്ലാ എക്സാമുകൾക്കും കോമൺ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ആ ടോപ്പിക്ക് ഇവാലുവേഷനാണ്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. അതിൽ ഒരൊറ്റ മേഖലയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. കാരണം അത് ആവർത്തിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഒരു സെറ്റ് എക്സാമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അന്ന് 2 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് തൊട്ടടുത്തടുത്ത് വന്ന ഒരു മേഖലയാണ് ഇവാലുവേഷനിലേക്ക് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന മേഖല. കേറ്ററ്റിന് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ്, സീറ്ററ്റിനും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ്, HSAയ്ക്കും HSSTയ്ക്കും LP-UPയ്ക്കും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ്. എന്താണത്? തീർച്ചയായിട്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങാം. നമ്മൾ അങ്ങനെയാണല്ലോ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ നോക്കാം. കൺസിസ്റ്റൻസി ഓഫ് എ മീനിങ് മെഷറിംഗ് ടൂൾ ഈസ് നോൺ ആസ് കൺസിസ്റ്റൻസി ഓഫ് എ മെഷറിംഗ് ടൂൾ. മെഷറിംഗ് ടൂളിൻ്റെ കൺസിസ്റ്റൻസി അറിയപ്പെടുന്നത് കൺസിസ്റ്റൻസി ആക്യുറസി ആണോ, വാലിഡിറ്റി ആണോ, റിലയബിലിറ്റി ആണോ, ആപ്ലിക്കബിലിറ്റി ആണോ? മെഷറിംഗ് ടൂളിൻ്റെ കൺസിസ്റ്റൻസിയെ നമ്മൾ വിളിക്കുന്ന പേര്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏതാ ടോപ്പിക്കുന്നത്? റിലയബിലിറ്റി ആണ്. ഒരു മെഷർമെൻറ്റ് റിലയബിൾ ആണോ, വാലിഡേറ്റ് ആണോ, ആക്യുറസി ഉണ്ടോ, ആപ്ലിക്കബിലിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അതെന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ കൺസിസ്റ്റൻസി ആണ് റിലയബിലിറ്റി. ഓർത്തോണം, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. അതേ വർഷം തന്നെ വീണ്ടും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത് കേട്ടോ. ഒരുപാട് വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഒരേ വർഷം തന്നെ ആവർത്തിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഈസ് ഇറ്റ് ഈസ് സപ്പോസ് ടു മെഷർ ഈസ് കോൾഡ്. എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി, സ്യൂട്ടബിലിറ്റി. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? വാലിഡിറ്റി ആണ്. വാലിഡിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. വാലിഡിറ്റി ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാക്കിൻ്റെ മീനിങ് അറിഞ്ഞാൽ സംഭവം സെറ്റാണ്. അങ്ങനെയെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്, ഒരു നല്ല ടെസ്റ്റിൻ്റെ ക്വാളിറ്റീസ്, വാക്കുകളുടെ അർത്ഥം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു മാർക്കിങ് അടിച്ചെടുക്കാം, ചിലപ്പോൾ 2 മാർക്കും കിട്ടാം. ഒബ്ജക്റ്റിവിറ്റി ഒന്നാമത്തെ. എന്താണ്? ടെസ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്. പേഴ്സണൽ ബയാസിൽ നിന്ന് ഫ്രീ ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാം. ഇൻ ഇൻ്റർപ്രറ്റിംഗ് ഇറ്റ് സ്കോപ്പ് ആസ് വെൽ ആസ് ഇൻ സ്കോറിംഗ് ദ റെസ്പോൺസസ്. അപ്പോൾ പേഴ്സണൽ ബയാസിൽ നിന്ന് ഒഴിവായി കിട്ടുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി. കോംപ്രിഹെൻസീവ്നെസ്, വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കോംപ്രിഹെൻസീവ് ആണെന്ന് പറഞ്ഞാൽ എ ടെസ്റ്റ് ഷുഡ് കവർ ദ ഹോൾ സിലബസ്, ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗീവൺ ടു ഓൾ റിലവൻറ്റ് ലേണിംഗ് മെറ്റീരിയൽസ്. അതാണ് കോംപ്രിഹെൻസീവ്. എല്ലാ ഭാഗവും, സിലബസിൽ എല്ലാ ഭാഗവും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് കോംപ്രിഹെൻസീവ് ആണെന്ന് പറയാം. നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ച വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് വാലിഡ് ഇഫ് ഇറ്റ് ഈസ് മെഷർ വാട്ട് ഇറ്റ് ഇൻറ്റെൻഡ് ടു മെഷർ. എന്താണോ അളക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെ അളന്നാൽ അതിന് നമുക്ക് വാലിഡിറ്റി ഓഫ് ടെസ്റ്റ് എന്ന് പറയാം. ആ ടെസ്റ്റ് വാലിഡ് ആണെന്ന് പറയാം. അടുത്ത സാധനം റിലയബിലിറ്റി ആണ്. റിലയബിൾ ആണ്. ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി വിത്ത് വിച്ച് ഇറ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻറ്റഡ് ടു മെഷർ. കൺസിസ്റ്റൻസി വാക്ക് അവിടെ കിടപ്പുണ്ട്. കൺസിസ്റ്റൻസി അവിടെയാണത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വീണ്ടും ആ മെഷർ ചെയ്യുമ്പോഴും അത് തന്നെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ് ആ ടൂള് അല്ലെങ്കിൽ ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്നൊക്കെ പറയുന്നത് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റും. ദെൻ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. എ ടെസ്റ്റ് ഷുഡ് ബി ഏബിൾ ടു ഡിസ്ക്രിമിനേറ്റ് ദ റെസ്പോണ്ടൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫിനോമിനൻ മെഷേർഡ്. എന്താണോ കൃത്യമായിട്ട് വേർതിരിച്ച് ഓരോരുത്തരെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം, ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയാനായിട്ട് സാധിക്കണം. അതാണ് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒന്നുകൂടി നോക്കിയേ, ഒബ്ജക്റ്റിവിറ്റി, കോംപ്രിഹെൻസീവ്നെസ്, ദെൻ വാലിഡിറ്റി, റിലയബിലിറ്റി, ഡിസ്ക്രിമിനേഷൻ പവർ. അത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞത്. ദെൻ യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? എ ടെസ്റ്റ് ഹാസ് യൂട്ടിലിറ്റി ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡ്സ് ദ ടെസ്റ്റ് കണ്ടീഷൻസ് ദാറ്റ് വുഡ് ഫെസിലിറ്റേറ്റ് റിയലൈസേഷൻ ഓഫ് ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് മെയിൻ. യൂട്ടിലിറ്റി, യൂസ് ഉണ്ടാവണം, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ വാക്കുകളിൽ നിന്ന് ഓർത്തിരിക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്ക്, എന്നാൽ ആവർത്തിക്കുന്ന ഒരു സാധനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഓർത്തിരിക്കണം. വളരെ കുഞ്ഞു വീഡിയോ ആയിരുന്നെങ്കിലും 1-2 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമിന് മേടിച്ച് തരാൻ പറ്റുന്ന ചെറിയ വീഡിയോ ആണ്. വീണ്ടും കീപ്പ് ഓൺ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചാനലിലൂടെ ആയിരിക്കും ഇതിൻ്റെ കണ്ടിന്യൂവേഷനും അപ്ഡേഷൻസും ഒക്കെ വരുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇന്ത്യയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പുതിയ സീരീസുകളൊക്കെ ആയിട്ട് വരും. സമ്മാനങ്ങൾ നേടുക. എല്ലാവർക്കും ആശംസകൾ.